freelancer.com പ്ലാറ്റ്ഫോമിലെ ഏറ്റവും മികച്ചൊരു ഫീച്ചറാണ് കോണ്ടസ്റ്റ്. മറ്റു ഫ്രീലാൻസിംഗ് ജോബ്സ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് freelancer.comനെ വ്യത്യസ്തമാക്കുന്നതും ഈ ഒരു ഫീച്ചർ ഉള്ളത് കൊണ്ടാണ്. എന്താണ് കോണ്ടസ്റ്റ്? സാധാരണ രീതിയിൽ എല്ലാ പ്ലാറ്റ്ഫോമിലും ക്ലയന്റ് അവരുടെ റിക്വയർമെന്റ് ഓരോ പ്രൊജക്റ്റ് ആയിട്ടാണ് പോസ്റ്റ് ചെയ്യുക. അത് ഫ്രീലാൻസേഴ്സ് ബിഡ് ചെയ്യും. അങ്ങനെ അതിൽ നിന്ന് ഒരു ഫ്രീലാൻസറെ സെലക്ട് ചെയ്യുകയും ആ ഫ്രീലാൻസർ ആ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ കോണ്ടസ്റ്റിന്റെ കേസിൽ എന്താണ് സംഭവിക്കുന്നത്? ക്ലയന്റ് അവരുടെ റിക്വയർമെന്റ് ഒരു കോണ്ടസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയും അതിൽ ഫ്രീലാൻസേഴ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന്, ഒരു കമ്പനിക്ക് ഒരു ലോഗോ വേണം. ആ ലോഗോ ഒരു കോണ്ടസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയും പല ഫ്രീലാൻസേഴ്സ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അവർ അവരുടേതായ ഡിസൈൻ സബ്മിറ്റ് ചെയ്യുകയും ഫൈനലി ക്ലയന്റ് ഒരു വിന്നറെ സെലക്ട് ചെയ്യുകയും ചെയ്യും. അതാണ് ഫ്രീലാൻസർ പ്ലാറ്റ്ഫോമിലെ കോണ്ടസ്റ്റ് എന്ന ഫീച്ചർ. നമുക്ക് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ബ്രൗസ് ഓപ്ഷനിൽ കോണ്ടസ്റ്റ് സെലക്ട് ചെയ്യുക. കോണ്ടസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കോണ്ടസ്റ്റ് ഇവിടെ ലിസ്റ്റ് ചെയ്തതായി നിങ്ങൾക്ക് കാണാം. അതിൽ ലോഗോ ക്രിയേറ്റ് ചെയ്യാനും ബ്രോഷർ ഡിസൈൻ ചെയ്യാനും ഫോട്ടോ എഡിറ്റ് ചെയ്യാനും അങ്ങനെ പല കാറ്റഗറിയിലുള്ള കോണ്ടസ്റ്റ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തത്. അതിന്റെ എമൗണ്ട് നിങ്ങൾക്ക് കാണാം. ഓരോ കോണ്ടസ്റ്റിനും ഓരോ എമൗണ്ട് ആണ്. ക്ലയന്റിന്റെ ബഡ്ജറ്റ് $101, ചിലത് $120, ചിലത് 151, 100, 500 അങ്ങനെ പല റേഞ്ചിലുള്ള പ്രൈസ് പ്രൊവൈഡ് ചെയ്യുന്ന കോണ്ടസ്റ്റ് ആണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉള്ളത്. നമുക്ക് ഏതെങ്കിലും ഒരു കോണ്ടസ്റ്റ് എടുത്ത് നോക്കാം. അതിനു മുമ്പേ നമ്മളൊരു കോണ്ടസ്റ്റിൽ ഒരു ഫ്രീലാൻസർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ് ആ കോണ്ടസ്റ്റ് ഗ്യാരണ്ടീഡ് ആണോ എന്ന് നോക്കുക. അത് കാണും ഇവിടെ ഗ്യാരണ്ടീഡ്. ദ കോണ്ടസ്റ്റ് ഹോൾഡർ ഗ്യാരണ്ടീസ് എ വിന്നർ വിൽ ബി ചൂസൺ ആൻഡ് അവാർഡഡ് ദി പ്രൈസ്. ഗ്യാരണ്ടീഡ് ആയ കോണ്ടസ്റ്റിൽ മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ, നമ്മൾ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കോണ്ടസ്റ്റ് ആണ്. ഞാൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ഡിസൈൻ സബ്മിറ്റ് ചെയ്ത് ഫൈനലി ഒരു പക്ഷേ ഈ ക്ലയന്റ് വിന്നറെ സെലക്ട് ചെയ്യില്ല. നമ്മൾ ഈ $100 ഒക്കെ കണ്ടിട്ടായിരിക്കാം നമ്മൾ ഡിസൈൻ ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതൊക്കെ. പക്ഷേ ഇതിന്റെ ഡെഡ് ലൈൻ കഴിഞ്ഞാലും ചില ക്ലയന്റ് വിന്നറെ സെലക്ട് ചെയ്തില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ടൈമും നമ്മുടെ എഫേർട്ടൊക്കെ വേസ്റ്റ് ആകും. മറിച്ച് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു കോണ്ടസ്റ്റ് ആണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു $100, ഒരു ലോഗോ ഡിസൈൻ ചെയ്യാൻ $100 ആ ഒരു കോണ്ടസ്റ്റ് ആണെങ്കിൽ ഡെഡ് ലൈൻ കഴിഞ്ഞാൽ ക്ലയന്റ് എന്തായാലും വിന്നറെ സെലക്ട് ചെയ്യണം. ഇൻ കേസ് വിന്നറെ സെലക്ട് ചെയ്തില്ല എങ്കിൽ ആ $100 എത്ര ഫ്രീലാൻസേഴ്സ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കിയിട്ട് അത് ഡിവൈഡ് ആയിട്ട് എല്ലാ ഫ്രീലാൻസേഴ്സിനും കിട്ടും. അതാണ് ഗ്യാരണ്ടീഡ് എന്ന ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്ത് കോണ്ടസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. എനിക്കങ്ങനെ ഒരു 3-4ഓളം പ്രൊജക്റ്റ് ഒരു കോണ്ടസ്റ്റിൽ എനിക്കങ്ങനെ പൈസ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുന്ന ഷുവറാണ്. നമ്മുടെ എഫേർട്ടിനനുസരിച്ചുള്ള പൈസ കിട്ടും എന്തായാലും. അതുകൊണ്ട് എല്ലാവരും ഗ്യാരണ്ടീഡ് കോണ്ടസ്റ്റിൽ മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഞാൻ ഏതെങ്കിലും ഒരു കോണ്ടസ്റ്റ് സെലക്ട് ചെയ്യാണ്. ക്ലിക്ക് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഓപ്പൺ 4 weeks 1 day റിമൈനിങ്. ഇനി ഇത് 4 weeks 1 day കൂടെ ഉണ്ട്. ആ ഡേയ്സിന്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ എൻട്രി സബ്മിറ്റ് ചെയ്യാം. അതിന്റെ ബഡ്ജറ്റ് $101 ആണ്. അതിന്റെ ഡിസ്ക്രിപ്ഷൻ എന്താണോ ക്ലയന്റിന് വേണ്ടത് അതിന്റെ റിക്വയർമെന്റ് കറക്റ്റ് ഈ ഒരു സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടാവും. ഫയൽ അറ്റാച്ച്ഡ് ആ സെക്ഷനിൽ ക്ലയന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഇൻപുട്ടുകളും അവിടെ അപ്ലോഡ് ചെയ്യും. ഒരു പക്ഷെ അത് ബ്രാൻഡിന്റെ ഗൈഡ് ലൈൻ ആവാം, അല്ലെങ്കിൽ ക്ലയന്റ് ഉദ്ദേശിക്കുന്ന ക്ലയന്റിന്റെ റെഫറൻസ് സൈറ്റുകളാവാം, റെഫറൻസ് ഡിസൈൻ ആവാം. അങ്ങനെ പല ഓപ്ഷനും അവിടെ അപ്ലോഡ് ചെയ്യും. അതാണ് ഈ ഫയൽ അറ്റാച്ച്ഡ് കേസിൽ ഉണ്ടാവുക. അതേപോലെ സപ്പോർട്ടഡ് സബ്മിഷൻ ഫയൽ ടൈപ്പ്. നമ്മൾ നമ്മുടെ ഡിസൈനിന്റെ അല്ലെങ്കിൽ എന്താണോ വേണ്ടത് അതിന്റെ ഔട്ട്പുട്ടിന്റെ ഫോർമാറ്റ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ കാണാം അബൌട്ട് ദി ക്ലയന്റ് ഇതുവരെ ആ ക്ലയന്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത പ്രൊജക്റ്റ് അതിന്റെ ഡീറ്റെയിൽസ് ആണ്. ടോട്ടൽ 23 പ്രൊജക്റ്റ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 10 റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടുള്ള 0 ആണ്. ആക്റ്റീവ് പ്രൊജക്റ്റ് 2 ആണ്.
ക്ലോസ്ഡ്, 23-ൽ 21 ക്ലോസ് ചെയ്തിട്ടുണ്ട് പുള്ളി എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു നമ്മുടെ ഒരു ഡിസൈൻ ഇതിലേക്ക് ഈ ഒരു കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ മുഴുവനായിട്ട് വായിച്ചിട്ട് എന്താണോ ക്ലയന്റിന് വേണ്ടത് എന്നുള്ളത് ഒരു ഐഡിയയിൽ എത്തുക, അതിനുശേഷം ഡിസൈൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഇതുവരെ ഇതിൽ പോസ്റ്റ് ചെയ്ത എൻട്രീസ്, ഓരോ ഫ്രീലാൻസേഴ്സും അവരുടെ ഡിസൈൻ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതെങ്ങനെ കാണാൻ നോക്കാം. ഇവിടെ എൻട്രീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഓരോ ഫ്രീലാൻസേഴ്സും ഈ ഒരു പോസ്റ്റ് ചെയ്യുന്ന എല്ലാ ഡിസൈനും ഇവിടെയാണ് വരിക. അപ്പൊ നിങ്ങൾക്ക് കാണാം ഒരു ഫ്രീലാൻസർ പോസ്റ്റ് ചെയ്താണ്, അതിന് 1 സ്റ്റാർ ആണ് കൊടുത്തത്. അങ്ങനെ പല ഫ്രീലാൻസേഴ്സും ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഓരോ ഡിസൈൻ പോസ്റ്റ് ചെയ്തത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾ വ്യൂ കാണാം. ഈ ഒരു സെക്ഷനിൽ ആണ് കമന്റ് ചെയ്യുക. ഒരുപക്ഷെ ക്ലയന്റ് കമന്റ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് കമന്റ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെ കമന്റ് ചെയ്യാം. പിന്നെ ക്ലയന്റിന് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനോ ഉണ്ടെങ്കിൽ അത് ഇവിടെയാണ് കമന്റ് ചെയ്യുക. ഓക്കെ, എല്ലാ ഡിസൈനും മോക്കപ്പിലിട്ടാണ് ഇതിൽ ചെയ്തത്. അപ്പം മോക്കപ്പിലിട്ടിട്ട് കൊടുക്കുമ്പോൾ ക്ലയന്റിന് കുറച്ചുകൂടെ ഐ കാച്ചിങ് ആയിട്ട് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഡിസൈൻ ആണെങ്കിൽ അതൊക്കെ മോക്കപ്പിലിട്ടിട്ട് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു കോൺടെസ്റ്റിൽ നമ്മൾ നമ്മുടെ എൻട്രി പോസ്റ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സബ്മിറ്റ് മൈ എൻട്രി ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് മൈ എൻട്രി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വാട്ട് ഈസ് എന്റെ എൻട്രി ടൈറ്റിൽ, നമുക്ക് ജസ്റ്റ് ഒരു എൻട്രി ടൈറ്റിൽ കൊടുക്കാം. ഞാൻ ജസ്റ്റ് റിയൽ എസ്റ്റേറ്റ് ബ്രോഷർ എന്ന് കൊടുത്തു. ഡിസ്ക്രിപ്ഷൻ, ഈ ഡിസ്ക്രൈബ് യുവർ എൻട്രിയിൽ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ ലൈസൻസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ദിസ് എൻട്രി ഈസ് എൻറ്റയർലി മൈ ഓൺ. ഡീഫോൾട്ട് അതിലാണ് ഉണ്ടാവുക. ഇതിൽ നമ്മൾ എന്തെങ്കിലും സ്റ്റോക്ക് ഇമേജ് അങ്ങനത്തെ കാര്യങ്ങൾ എലമെന്റ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ ഫ്രീലാൻസർ തന്നെ അത് ഫൈനലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവർ പറയും അതിൽ സ്റ്റോക്ക് ഇമേജറി ഉണ്ട്, പർച്ചേസ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കോപ്പിറൈറ്റ് ഇല്ലാത്ത ഫ്രീ എലമെന്റ്സ് മാത്രമേ ഡിസൈനിലാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, പിന്നെ ഇവിടെ എൻട്രി സെൽ പ്രൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു ഡിസൈൻ പോസ്റ്റ് ചെയ്യാണ്. ഇൻ കേസ് എന്നെ ക്ലയന്റ് സെലക്ട് ചെയ്തില്ല, വിൻറൈറ്റ് സെലക്ട് ചെയ്തില്ല, അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡിസൈൻ ഞാനൊരു $50 തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ വിൻറൈറ്റ് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു $50 ഈ ഒരു ഡിസൈൻ ഞാൻ പ്രൊവൈഡ് ചെയ്യാന്ന് പറയുന്നതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് 50 എന്ന് കൊടുത്തു. പിന്നീട് പ്രൊമോട്ട് മൈ എൻട്രി ആണ്. അത് ഹൈലൈറ്റ് ചെയ്യാൻ സീൽ ചെയ്യാനാണ്. ഹൈലൈറ്റ് എന്താ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇതിലിപ്പം കുറെ ഫ്രീലാൻസേഴ്സ് പല ഡിസൈനും പോസ്റ്റ് ചെയ്യും. അപ്പൊ ആ സമയത്ത് നമ്മളെ ഡിസൈന് നമ്മളെ എൻട്രി ഹൈലൈറ്റ് ചെയ്തെക്കാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. 30 രൂപയാണ് അതിന്റെ ഒരു ഡിസൈൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സീൽഡ് ഓപ്ഷൻ. സീൽഡ് എന്താണ്, ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഡിസൈൻ മറ്റുള്ള ഡിസൈനേഴ്സ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഞാനൊരു ഡിസൈൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു 5 സ്റ്റാർ കിട്ടിയെന്ന് വെക്കുക. ഒരു ക്ലയന്റ് എനിക്ക് 5 സ്റ്റാർ റേറ്റ് ചെയ്തു. അപ്പം ബാക്കിയുള്ള ഫ്രീലാൻസേഴ്സ് എന്ത് ചെയ്യും, സെയിം പാറ്റേണിൽ ഡിസൈൻ കോപ്പി ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും, ഞാൻ ചെയ്തതിനേക്കാളും നല്ല രീതിയിൽ ഇതേ സാധനം കോപ്പി അടിച്ചിട്ട് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അപ്പം സീൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇഷ്യൂ നമുക്ക് വരില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ എൻട്രി സീൽഡ് ചെയ്തിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യാറ്. ഇതിൽ സബ്മിറ്റ് മൈ എൻട്രി ബട്ടൺ ഡിസേബിൾ ആണ്. എന്തുകൊണ്ടാണ്, ഞാൻ അതിന്റെ ഡിസൈൻ അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ടാണത്. അപ്പം ഇവിടെ റൈറ്റ് സൈഡിൽ ബ്രൗസ് യുവർ ഫയൽ ഇവിടെ പറയുന്നുണ്ട് ഏത് ഫോർമാറ്റ് ആണ് വേണ്ടത്, ഏത് ഫോർമാറ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ ബ്രൗസ് യുവർ ഫയൽസ് കൊടുത്തു. ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ഡമ്മിയാണ് ഞാനിപ്പം ചെയ്യുന്നത്. ഞാൻ ആ ഡമ്മി ഇമേജ് ഞാൻ പോസ്റ്റ് ചെയ്യാണ്. എനിക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന, ഞാൻ സബ്മിറ്റ് ചെയ്യുന്ന എൻട്രി എനിക്ക് വിഡ്രോ ചെയ്യാനൊക്കെ ഇതിൽ ഓപ്ഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഡെമോയ്ക്ക് വേണ്ടി മാത്രമാണ് ഇത് അപ്ലോഡ് ചെയ്തത്. സബ്മിറ്റ് ചെയ്തു.
സക്സസ് മെസ്സേജ് വന്നു. ക്ലോസ് ചെയ്തു. എൻ്റെ എൻട്രി നിങ്ങൾക്ക് കാണാം. ഇതിൽ ഈ എൻട്രി സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സബ്മിറ്റ് ചെയ്ത ഡിസൈൻ ഈ ഒരു പ്ലേസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഹൈലൈറ്റ് ചെയ്യാം. അവിടെ നിന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് വന്നിട്ട് ഹൈലൈറ്റ് ചെയ്യാം. പ്രൈസ്, ആ ഒരു പ്രൈസിൻ്റെ 50 USD കൊടുത്തത്, അത് നമുക്ക് ഇവിടുന്ന് അപ്ഡേറ്റ് ചെയ്യാം. വിഡ്രോ, എനിക്ക് വേണമെങ്കിൽ ഈ ഡിസൈൻ വിഡ്രോ ചെയ്യാം. ഓക്കെ, വിഡ്രോ ചെയ്ത് കഴിഞ്ഞാലും പിന്നീട് റീസബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് വിഡ്രോ എടുത്തു കഴിഞ്ഞാൽ അത് ഹൈഡായി. റീസബ്മിറ്റ് കൊടുത്താൽ വീണ്ടും ആക്റ്റീവായി. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണാം. ഇവിടെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം. ക്ലയൻറ്റിന് എന്തെങ്കിലും കമൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഉള്ളി ഇവിടെ കമൻറ്റ് ചെയ്യാൻ, എന്തെങ്കിലും ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ ഇവിടെയാണ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് ഒരു കോൺടെസ്റ്റിൽ നമ്മൾ ഡിസൈൻ സബ്മിറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എനിക്ക് അവാർഡ് കിട്ടിയ ഒരു കോൺടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അത് എന്ത് ചെയ്യണം, ഞാൻ പ്രൊഫൈൽ പോയി. പ്രൊഫൈൽ എനിക്ക് ഇത് കോൺടെസ്റ്റ് നമുക്ക് അവാർഡ് കിട്ടുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒറിജിനൽ ഫയൽ വിത്ത് സോഴ്സ് ഫയൽ നമുക്ക് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലയൻറ്റ് അവിടെ നിന്ന് അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമാണ് ക്യാഷ് നമ്മളെ അക്കൗണ്ടിലേക്ക് വരിക. അപ്പം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആസ് എ ക്ലയൻറ്റ് ഫ്രീലാൻസറെ റിവ്യൂ ചെയ്യും. അതേപോലെ എനിക്ക് ക്ലയൻറ്റിനെ റിവ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലയൻറ്റ് റിപ്ലൈ ഫാസ്റ്റ് ആയിരുന്നു, പൈസ പെട്ടെന്ന് വിഡ്രോ ചെയ്തു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ റേറ്റ് ചെയ്യാനും വേണ്ടി പറ്റും. ഓക്കെ, ഇതിൽ എനിക്ക് മുമ്പ് കിട്ടിയ പ്രൊജക്റ്റും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്, അതിൻ്റെ റിവ്യൂസ് ആണ്. ഇതൊരു പ്രൊജക്റ്റ് ആയിട്ട് കിട്ടിയതാണ്, അതിൻ്റെ റിവ്യൂ ആണിത്. ഇതൊരു കോൺടെസ്റ്റ് ആയിരുന്നു, അതെനിക്ക് 250 USD കിട്ടിയിട്ടുണ്ട്. ഇത് സെയിം ക്ലയൻറ്റ് തന്നെ. എനിക്കിതൊരു കോൺടെസ്റ്റിൽ എനിക്ക് അവാർഡ് ചെയ്ത ഒരു ക്ലയൻ്റ് ആയിരുന്നു ഇത്. പുള്ളി അതിനുശേഷം എനിക്ക് ഒരുപാട് വർക്കുകൾ തന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് സെയിം ഫോട്ടോ തന്നെ കാണുന്നത്, ഒരേ ക്ലയൻറ്റ് തന്നെയാണ്. ഞാനിതിലൊരു കോൺടെസ്റ്റ്, എനിക്ക് കിട്ടിയ ഒരു കോൺടെസ്റ്റ് സെലക്ട് ചെയ്യാം. ഡിസൈൻ സോഷ്യൽ മീഡിയ ആഡ്സ് ഫോർ ഇൻഫ്ലുവൻസർ ഏജൻസി. ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ സബ്മിറ്റ് ചെയ്ത എല്ലാ എൻട്രീസ് കാണാൻ പറ്റും. എല്ലാ എൻട്രീസ് ഞാൻ ഇത്രയും എൻട്രീസിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം 4 സ്റ്റാർ കിട്ടി, ഞാനത് അപ്ഡേറ്റ് ചെയ്തു. പിന്നെ 5 സ്റ്റാറിലേക്ക് എത്തി. അവസാനം എനിക്ക് അത് അവാർഡ് ചെയ്തു. നിങ്ങൾക്ക് അവാർഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഐക്കൺ ഇവിടെ വരുന്നതാണ്. ഗോ ടു ഹാൻഡ് ഓവർ എന്ന ഓപ്ഷൻ വരും. അവിടെ ഗോ ടു ഹാൻഡ് ഓവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫയൽസ്, നമ്മൾ ചെയ്ത ഡിസൈനിന്റെ ഫയൽസ് നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഈ ഒരു കോൺടെസ്റ്റ് അവാർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇവിടെയുള്ള ഓപ്ഷൻസ് മാറും, അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ മാറിയിട്ട് അത് ക്ലോസ്ഡ് എന്നാവും. നിങ്ങൾക്ക് കാണാം പല ഫ്രീലാൻസേഴ്സ് പോസ്റ്റ് ചെയ്ത ഡിസൈൻ ഇവിടെ കാണാം. ടോട്ടൽ 89 എൻട്രീസ് ഉണ്ടായിരുന്നു, അതിൽ നിന്നാണ് എന്നെ സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് ഇതിൽ കാണാം ക്ലയന്റ് കോൺടെസ്റ്റ് ഓർഡറിനാണ് ഉണ്ടാവുക, കമന്റ് ചെയ്ത് എന്തൊക്കെ ചേഞ്ചസ്, എൻ്റെ ഡിസൈനിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നുള്ളത്. മൂവ് ലോഗോ സ്ലൈറ്റ്ലി ക്ലോസർ ടു ദി കോർണർ, അത് ഈ ഒരു കണ്ടോ, ഈ ഒരു ഗ്രീൻ കണ്ടില്ലേ, അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം ഇൻക്രീസ് ഫോണ്ട് സൈസ് ഓഫ്, ഈ ഒരു ടെക്സ്റ്റിന്റെ ഫോണ്ട് സൈസ് കൂട്ടാൻ. അതേപോലെ മൂവ് ലോഗോ സ്ലൈറ്റ്ലി ക്ലോസർ ടു ദി കോർണർ. അപ്പം ക്ലയന്റ് കറക്റ്റായിട്ട് നമ്മളൊരു ഡിസൈൻ പോസ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലയന്റ് കറക്റ്റായിട്ട് എവിടെ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണമെന്ന് നമ്മൾ ഡിസൈനിൽ പോയിന്റ് ചെയ്തിട്ട് മെൻഷൻ ചെയ്യും. നമ്മൾ ചേഞ്ച് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ട് അടുത്തൊരു പോസ്റ്റായിട്ട്, അടുത്തൊരു എൻട്രി ആയിട്ട് സബ്മിറ്റ് ചെയ്യണം. ഞാനിങ്ങനെ കുറേ തുടക്കം മുതൽ ഞാൻ ഡിസൈൻ പോസ്റ്റ് ചെയ്തതിനു ശേഷം ക്ലയന്റ് ചേഞ്ചസ് പറഞ്ഞ് ആണ് അവസാനമാണ് അത് അപ്രൂവ് ആയിട്ട് എനിക്ക് ഈ ഒരു കോൺടെസ്റ്റ് അവാർഡ് ചെയ്തത്. അപ്പം എപ്പോഴും നമ്മളൊരു എൻട്രി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എപ്പോഴും കയറി നോക്കണം. നമുക്ക് ഒന്നുകിലും മെയിൽ വരും, നമുക്ക് ഇതിൽ ക്ലയന്റ് റേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കമന്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് നമ്മൾ കയറിയിട്ട് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ട് അടുത്ത എൻട്രി സബ്മിറ്റ് ചെയ്യണം. ആ ഒരു സമയത്ത് നമുക്ക് ചാൻസ് കൂടുതലാണ്, നമുക്ക്
കോൺടെസ്റ്റ് വിൻ ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ റിപ്ലൈ ചെയ്യുക. അത് നിങ്ങൾക്ക് ഒരുപാട് റിവ്യൂസ് കാണാം. ഓരോ കോൺടെസ്റ്റിലും എനിക്ക് കിട്ടിയ അവാർഡും ആ പ്രൈസും അതിൻ്റെ റിവ്യൂസും നിങ്ങൾക്ക് കാണാം. ഇത് പ്രൊജക്റ്റാണ്, നിങ്ങൾക്ക് കാണാം, പ്രൊജക്ട് ഫോർ ഷരൺ ദാസ്. അത് ഓൾറെഡി കിട്ടിയ പ്രൊജക്റ്റാണ്. 50 USD ഒരു വർക്കായിരുന്നു അത്. പിന്നെ വെബ്സൈറ്റ്, ഹോം പേജ്, ബാനർ, ഇമേജ്, അതൊരു കോൺടെസ്റ്റ് ആയിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എമൗണ്ട് കിട്ടിയ ഒരു കോൺടെസ്റ്റ്. 561 USD ആണ് കിട്ടിയത്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ എപ്പോഴും പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇതിൽ ധാരാളം ഫ്രീലാൻസേഴ്സ് ഉണ്ട്. അവര് ഒരേ കാറ്റഗറി, ഒരേ ടൈപ്പ് ഡിസൈൻ ആണ് എപ്പോഴും പോസ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ ട്രെൻഡ് വെച്ചുള്ള ഡിസൈൻ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്തായാലും അവാർഡ് കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റേറ്റിംഗ് കൂടുകയും അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊജക്റ്റിന് വേണ്ടി ആ റേറ്റിംഗ് വെച്ചിട്ട് ബിഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം തുടക്കക്കാർ എപ്പോഴും എന്ത് ചെയ്യുക, കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുവഴി റേറ്റിംഗ് കിട്ടുകയും ആ റേറ്റിംഗ് ഉപയോഗിച്ചിട്ട് എപ്പോഴും പ്രൊജക്റ്റ് ബിഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പ്രൊജക്റ്റ് കിട്ടും. ഓക്കെ, എങ്ങനെയാണ് പ്രൊജക്റ്റ് ബിഡ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ആദ്യത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ബിൽഡ് ചെയ്തതിനെ പറ്റി ഐഡിയ കിട്ടും. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തെങ്കിലും കമന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.